IIM അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഇന്ത്യയിലത്തെ ഒരു ബ്രാൻഡ് തന്നെയാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. എന്നാൽ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന എത്ര പേർക്ക് അറിയാം? പൊതുവെ IIMസിലെ MBA ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഒന്നോ രണ്ടോ IIM അല്ല, ഒരുപാട് IIMs പല പല പ്രോഗ്രാംസ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്താ പറയുക, അത് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇഴകീറി പരിശോധിക്കാൻ പോവാണ്. അതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു എക്സാമിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. IPM എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെന്റ്. 5 വർഷത്തെ കോഴ്സാണ്, BBA പ്ലസ് MBA, അതായത് 3 വർഷം പ്ലസ് 2 വർഷം എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് IIM ഇൻഡോറിൽ 2011 ഈ കോഴ്സ് തുടങ്ങുന്നത്. ഓക്കെ, 3 ഡിഫറെന്റ് എക്സാംസ് വെച്ചിട്ട് നിങ്ങൾക്ക് പല പല IIMസിലോട്ട് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് IPMAT ഇൻഡോർ, ഒന്ന് IPMAT റോത്തക്, മൂന്നാമത്തത് ജിപ്മാറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ IIMസിലോട്ട് അഡ്മിഷൻ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് IPMAT ഇൻഡോർ എന്നുള്ളൊരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഇപ്പോൾ, അതായത് ഇന്ന് ഫെബ്രുവരി 2 മുതൽ മാർച്ച് 14 വരെയാണ്. ഓക്കെ, ഇനി ഏതൊക്കെ IIMസിലോട്ടാണ് ഇത് വെച്ച് എന്താ പറയുക, ഇതിന്റെ മാർക്ക് വെച്ചിട്ട് കയറാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ, അഫ്കോഴ്സ് IIM ഇൻഡോർ, അതുപോലെ തന്നെ IIM റാഞ്ചി, IIM അമൃത്സർ, IIM ഷില്ലോങ്. ഈ 4 IIMസിലോട്ടും IPM എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലോട്ട് നിങ്ങൾക്ക് ഇത് വെച്ച് കയറാൻ പറ്റും. അതുപോലെ തന്നെ IIM സിർമോർ എന്ന് പറഞ്ഞൊരു IIMലോട്ട്, BMS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലോട്ടും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അഡ്മിഷൻ നേടാമെന്നുള്ളതാണ്. ഓക്കെ, ഈ എക്സാം പാറ്റേണും അതിന് മുമ്പ് പ്ലേസ്മെന്റും ഫീസും കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ആൾക്കാർ മേ ബി ഇൻട്രസ്റ്റഡ്. നമ്മളിതിന്റെ ഇപ്പോൾ IIM ഇൻഡോറിന് എല്ലാ IIMസിനും ഡിഫറെന്റ് പ്ലേസ്മെന്റ് സ്ട്രക്ചറാണ്. നമ്മൾ IIM ഇൻഡോർ, അതായത് ബെസ്റ്റ് കോളേജ് ഇത് വെച്ച് കയറാൻ പറ്റുന്നത്. അതിന്റെ പ്ലേസ്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, മീഡിയനും അവരൊക്കെ 25 ലക്ഷത്തിന് മുകളിലാണ് എന്നുള്ളതാണ്. ഓക്കെ, നല്ല പ്ലേസ്മെന്റ് തന്നെ ഉണ്ട് മിക്കവാറും എല്ലാ IIMസിലും. പിന്നെ ഫീസും അത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയുമ്പോഴും നമ്മൾ ഫീസ് കൺസിഡർ ചെയ്യും എല്ലാവരും. ഫീസ് ഇത്തിരി കൂടുതലാണ്, അതും ഓരോ IIMസിലും ഡിഫറെന്റ് ആണ്. നല്ല IIM ഇൻഡോറിന്റെ ഫീസ് സ്ട്രക്ചർ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കി നോക്കൂ. അതെ, അഫ്കോഴ്സ് എനിക്ക് തോന്നുന്നുണ്ട് ഇത്തിരി കൂടുതലാണ്, പക്ഷേ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ആൻഡ് പ്ലേസ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇനി എക്സാം പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയുടെ MCQ ക്വസ്റ്റൻസ് ഉണ്ടാവും 40 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയുടെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാവും 40 മിനിറ്റ്, അതുപോലെ തന്നെ വെർബൽ എബിലിറ്റിയുടെയും 40 മിനിറ്റ് MCQ ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മെയ് 4 2 മണി മുതൽ 4 മണി വരെ, അതായത് 2 മണിക്കൂറാണല്ലോ. അങ്ങനെ മെയ് 4 2 to 4 ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് ആഫ്റ്റർനൂൺ. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 4130 രൂപയാണ് നമുക്ക് വേണ്ടി വരിക. അത് തന്നെ കോട്ടയം എമൗണ്ട് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫീസാണ്. ബട്ട് കുറച്ച് കൂടുതലാണെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് ഇതിലോട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് IIMസിലോട്ട് ഓഫർ എന്താ പറയുക, വാതിൽ തുറക്കുന്ന ഒരു പരീക്ഷയാണിത്. മാനേജ്മെന്റ് വിഭാഗത്തിലോട്ടൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാശ് പോകുന്നത് നോക്കാതെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, നിങ്ങൾക്ക് അഥവാ കിട്ടിയാലോ. ഇനി ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ പറയാന്നുണ്ടെങ്കിൽ, എക്സാമിനൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആദ്യം തന്നെ എക്സാം വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും കുറച്ച് പേര് ഇന്റർവ്യൂവിലോട്ട് വിളിക്കും. അത് വെച്ചിട്ടാണ് ഫൈനൽ സ്കോർ കാർഡ് വരിക എന്നുള്ളതാണ്. IIM ഇൻഡോറിലോട്ട് ഇപ്പോൾ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജസ്റ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, വിളി വരില്ല. IIM ഇൻഡോർ ഒഴികെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ഇതിന് മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്രയുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്.